ആകുമ്പോഴത്തേന് ഈ ചങ്ക് ഇങ്ങനെ പിടയ്ക്കാൻ വേണ്ടിയിട്ട് ചങ്ക് ഇങ്ങനെ പിടയ്ക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാതെ ഈശോയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഈശോ എന്ന് കേൾക്കുമ്പോഴത്തേനും പിടക്കട്ടെ, ചങ്ക് ഇങ്ങനെ പിടക്കട്ടെ. എനിക്ക് എന്റെ ഈശോയുടെ സ്നേഹം ഞാൻ എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിയുന്ന രീതി, പറ്റാവുന്ന രീതിക്ക് ഞാൻ ഇങ്ങനെ പറയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. പുറമെ ഭയങ്കര വിശ്വാസിയാണേലും അകമേ ഒന്നുമില്ല. പള്ളിയിലൊക്കെ പോവും. എന്നാലും ഇങ്ങനെ വലിയ വിശ്വാസം അങ്ങനെ ഭയങ്കരമായിട്ട് ഈശോയെ അറിയോ ഭയങ്കര സ്നേഹമൊന്നും ഇല്ലായിരുന്നേ. പപ്പയും അമ്മയും പോണ കൂടെ അങ്ങനെ പോകും. എല്ലാരും പ്രാർത്ഥിക്കണ കൂടെ പ്രാർത്ഥിക്കും. ധ്യാനമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉറക്കെ സ്തുതിക്കുന്നതോ അല്ലെങ്കിൽ ഉറക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതോ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നേ. അപ്പൊ ഞാൻ ഓർക്കും എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ, ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിച്ചില്ലേലും എന്താ ഇപ്പൊ ഈശോ ഇങ്ങനെ കേൾക്കത്തില്ലേ? ഉറക്കെ സ്തുതിക്കുന്ന എന്തിനാ? പയ്യെ പ്രാർത്ഥിച്ചാലും ഈശോ കേൾക്കത്തില്ലേ? മനസ്സിൽ പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ലേ? ഇതൊക്കെ ഇച്ചിരി ഓവറല്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുവാണേലും ഞാൻ ഭയങ്കര ഇങ്ങനെ നമ്മൾ വീടിന്റെ അകത്തല്ല ഉള്ള പോലെയല്ല, നമ്മൾ പുറത്തിറങ്ങി ഡീസന്റ് ആയിട്ട് നല്ല ഫേക്ക് ആയിട്ടൊക്കെ പ്രാർത്ഥിച്ചോണ്ടിരുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ എന്റെ നല്ല കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ. പക്ഷെ വേറൊരു സൈഡിൽ എന്റെ കുരുത്തക്കേട് മൊത്തം ഈശോ കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധമൊന്നും എനിക്ക് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു വിറ്റ് കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് 50 നോമ്പ് ഈസ്റ്റർ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു മടിച്ചായിരുന്നു. ഈ നോമ്പെന്നൊക്കെ പറയുമ്പോഴത്തേന് ആകപ്പാടെ ഭയങ്കര വിഷമമൊക്കെ അല്ലേ? വിഷമവും നോമ്പൊക്കെ എടുക്കണം, പ്രാർത്ഥിക്കണം, അങ്ങനെയൊന്നും ഇഷ്ടമല്ലാത്ത ഒരു കൊച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പൊട്ടത്തി കൊച്ചായിരുന്നേ ഞാൻ. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മുടെ ഈ പള്ളിയൊക്കെ അടച്ചു പോയപ്പോ ഈ കുർബാനയൊക്കെ മുടങ്ങിപ്പോയല്ലോ. പള്ളിയൊക്കെ അടച്ച് കുർബാനയൊക്കെ മുടങ്ങിയ സമയത്ത് ഇങ്ങനെ എന്റെ ഒരു റൂട്ടീന്റെ ഭാഗമായിട്ട് ഞാൻ എന്നും ചെയ്തുകൊണ്ടിരുന്ന പള്ളിപ്പോക്ക് അങ്ങ് മുടങ്ങിപ്പോയേ. അപ്പോഴാ ആ കുർബാനയുടെ ഒരു വില ഞാനങ്ങ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നേ. അതെന്ത് അത്രയും നാൾ എനിക്ക് അതിന്റെ ആ ഒരു വില അറിയത്തില്ലായിരുന്നു. എന്നാല് അത് ഇല്ലാണ്ടായപ്പോഴത്തേന് എനിക്ക് അതിന്റെ വില വേഗം മനസ്സിലായി കേട്ടോ. ആ സമയത്താണ് ഞാൻ വിശുദ്ധ കുർബാനയുടെ ഒരു വിലയൊക്കെ മനസ്സിലാക്കുന്നതേ. പിന്നെ ഈ പള്ളിയൊക്കെ റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആഗ്രഹത്തോടെ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര ഇഷ്ടത്തോടെ കൊതിയോടെ ഇങ്ങനെ ഓരോ ദിവസം പോകാൻ വേണ്ടി അങ്ങനെ അതിന്റെ വില മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹത്തോടെ പള്ളിയിൽ പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറെ കാലമൊക്കെ കഴിഞ്ഞ് പിന്നെ വേറൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത് ഞാൻ +2 കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോകുമ്പോഴാണേ. ഹോസ്റ്റലിൽ പോകുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഹോം സിക്നസ്. അപ്പൊ എനിക്ക് ഭയങ്കര വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ ഭയങ്കര വിഷമം കേട്ടോ. അപ്പത്തേനും ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേനും എനിക്ക് അവിടെ പോയിട്ടാണെങ്കിൽ പുതിയ ഫ്രണ്ട്സിനെ ഒന്നും കിട്ടിയോ ഇല്ല. അപ്പൊ എനിക്ക് ആകപ്പാടെ ഭയങ്കര വിഷമം. വർത്താനം പറയാനും ആരുമില്ല. വീട്ടിലോട്ട് പോകാനും തോന്നുന്നു, വീട്ടിലോട്ട് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് കൂട്ടിന് ആരുമില്ല. ഞാൻ എന്റെ വീട്ടിലായിരുന്ന സമയത്ത് എനിക്കിങ്ങനെ ഫാമിലി ഉണ്ടായിരുന്നു, എന്റെ സ്കൂളിലുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങ് ഹോസ്റ്റലായപ്പോഴത്തേനും എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ വീട്ടിലോട്ട് വരാനും പറ്റുന്നില്ല. ആകെ അവിടെ എനിക്ക് ആരെയും അറിയത്തുമില്ല, വർത്താനം പറയാനും ആരുമില്ല. അങ്ങനെ ഭയങ്കര ഒരു വിഷമം പിടിച്ച അവസ്ഥയിലായിരുന്നേ. അപ്പൊ എനിക്ക് ഈ പള്ളിയിൽ പോണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞായിരുന്നു, ഈ ഹോസ്റ്റലിൽ പോകുമ്പോഴത്തേന് എനിക്ക് അതിന്റെ അടുത്തെങ്ങാനും ഒരു പള്ളി ആക്കി തരണം ഈശോയെ എന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ എനിക്ക് ആ ഹോസ്റ്റലിന്റെ അടുത്ത് പള്ളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തെന്ന് പറയുമ്പോൾ ഭയങ്കര അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ഈ പള്ളിയിൽ ഹോസ്റ്റലായിരുന്നപ്പോഴത്തേന് അത് മാത്രമേ എനിക്കൊരു സന്തോഷമുള്ളൂ. ആ പള്ളിയിൽ ഇങ്ങനെ പോയി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. എനിക്കപ്പൊ ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര വിഷമം എന്ന് പറയുമ്പോഴത്തേനും ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിന്നിട്ടേ ഇല്ലാട്ടോ. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാത്തതുകൊണ്ട് അതെനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് ആരോടും പറയാൻ മിണ്ടാനും ആരുമില്ല. വിഷമം ഒന്ന് ഷെയർ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ. അങ്ങനെ ഈ വിഷമമൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഞാന് കുർബാനയ്ക്ക് പോവായിരുന്നു കേട്ടോ. അപ്പൊ ഇതുവരെയും കൂടാത്ത ഫീലായി കുർബാനയ്ക്ക്. നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണല്ലോ. സാധാരണേനെക്കാളും നമ്മൾ ഈ വിഷമിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര ഫീലാണല്ലോ. അങ്ങനെ ഈ വിഷമിച്ച് കുർബാനയ്ക്ക് പോകുമ്പോഴത്തേന് ഈ പ്രാർത്ഥനക്കൊക്കെ ഭയങ്കര അർത്ഥമാട്ടോ. ഭയങ്കര ഫീല് വരുവേ. ഇപ്പൊ കുർബാനയുടെ പാട്ടുകൾക്കൊക്കെ ഭയങ്കര ഫീല് വരും കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് പാട്ട് പാടുവേ. അപ്പൊ ഞാനിങ്ങനെ പാടുമ്പോഴും ഭയങ്കര ഫീല് വരും കേട്ടോ. അപ്പൊ തൊട്ട് ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഞാനിങ്ങനെ ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയേ. അതുവരെ ഇങ്ങനെ സംസാരിക്കൊന്നും ഇല്ലായിരുന്നു. അത് ആ സമയം തൊട്ടിട്ട് എനിക്കിങ്ങനെ വിഷമം ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്ത ആ ഒരു സമയം തൊട്ടിട്ട് ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. പാട്ടിലൂടെ ഞാനിങ്ങനെ എല്ലാ കാര്യവും ഇങ്ങനെ സംസാരിക്കും. വിഷമം വരുവാണെങ്കിൽ ഒക്കെ അങ്ങനെ സംസാരിക്കും കേട്ടോ.
അപ്പോ ആ ഒരു ടൈമിൽ ആണ് ഞാനിങ്ങനെ ഈശോ ആയിട്ട് ഭയങ്കരം അടുത്തടുത്ത് ഇങ്ങനെ വന്നതേ. അങ്ങനെ പാട്ടിലൂടെയും ഒക്കെ സംസാരിച്ച് അങ്ങനെയാട്ടോ ഞാൻ ഭയങ്കര അടുത്തടുത്ത് വന്നേ. അപ്പൊ ഈ ഈശോയുടെ സ്നേഹം മനസ്സിലാക്കാനും ഈശോയോട് കൂടുതൽ അടുക്കാനും അങ്ങനെ ഇരുന്ന ഞാൻ പള്ളിയിൽ പോണത് വരെ വെറുതെ പൊക്കോണ്ടിരുന്ന ഞാൻ, അപ്പൊ അങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ അങ്ങനെ അടുത്തടുത്ത് വന്ന് കുറച്ചും കൂടെയൊക്കെ ഇപ്പൊ ഉള്ള പോലെയൊക്കെ അങ്ങനെ ഈശോയെ കുറച്ചുകൂടെയൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്, ഈശോയെ മനസ്സിലാക്കാനും ഈശോയെ അറിയാനും വേണ്ടിയിട്ടൊക്കെ സഹായിച്ച 3 കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പ്ലാൻ ചെയ്ത് വന്നേക്കുന്നതാട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാന് ഇങ്ങനെ ഒറ്റയ്ക്കായി പോയി കഴിയുമ്പഴത്തേനും ഞാനിങ്ങനെ എനിക്ക് സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും ആരും ഇല്ലാണ്ടായി പോയല്ലോ. എന്റെ വിഷമം ഷെയർ ചെയ്യാൻ ആരും ഇല്ലാണ്ടായി പോയല്ലോ. അപ്പൊ ആദ്യമായിട്ട് സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഞാനിങ്ങനെ ഈശോയായിട്ട് ഇങ്ങനെ പാട്ട് പാടി ഇതേപോലെ അതാ ഒന്നാമത്തെ കാര്യം. ഈശോയോട് എപ്പഴും ഇങ്ങനെ കണക്റ്റഡ് ആയിരുന്നു. ഒരു കോൺവെർസേഷൻ എപ്പഴും ഉണ്ടായിരുന്നേ. ഞാനിപ്പോ ക്ലാസ്സിലേക്ക് പോണ വഴിക്കാണേലും ഞാനിങ്ങനെ ഈശോയോട് കൂടെ നടക്കാൻ പോലും ആരും ഇല്ലായിരുന്നു. ഒറ്റ ഫ്രണ്ട്സും ഇല്ല. അപ്പം ഞാനിങ്ങനെ കൂടെ നടക്കണ വഴിക്കാണേലും ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവായിരുന്നേ. ഇപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവായിരിക്കുവാ. അപ്പൊ അങ്ങനെ ആരും ഇല്ലാത്തോണ്ട് ഞാനിങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇങ്ങനെ ഈശോയോടാട്ടോ പറയുന്നേ. എന്ത് വിഷമം വന്നാലും സന്തോഷം വന്നാലും എല്ലാം അങ്ങനെ പയ്യെ സന്തോഷങ്ങളും അങ്ങനെയൊക്കെ നടക്കണ വഴിക്ക്, ഇരിക്കണ വഴിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്കതൊക്കെ ഇഷ്ടമായി കേട്ടോ. അത് കൊള്ളാം. വേറെ ആരും വേണ്ടല്ലോ. നമ്മൾ വേറെ ആരെയും ആശ്രയിക്കണ്ടല്ലോ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി. ഈശോയാണെ നമ്മുടെ കൂടെ എപ്പഴും ഉണ്ടല്ലോ. അങ്ങനെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാനിങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സംസാരിച്ച് കഴിയുമ്പോഴാണേലും നമുക്ക് ഭയങ്കര സമാധാനമുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു കാമായിട്ടൊക്കെ ഇരിക്കും. അപ്പൊ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. ഈ പാട്ട് ഞാൻ എങ്ങനെയാ പാടുന്നത് വെച്ചാൽ ഒരു എക്സാമ്പിൾ പാടിത്തരാം. പൊട്ട എക്സാമ്പിൾ ആണേ. ഞാനിങ്ങനെ വിഷമം വരുമ്പോഴത്തേനും ഞാനങ്ങ് പാടും. ഒന്നും നോക്കില്ല. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇത് ഭയങ്കര ദുഃഖത്തെ പറ്റിയാണ് പറഞ്ഞത്. എനിക്ക് ഇത്ര ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാനിങ്ങനെ അറിയുന്ന പാട്ടുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിൽ അമ്മച്ചി പാടിക്കൊണ്ട് നടക്കണ കേൾക്കായിരുന്നേ. അപ്പൊ ഞാൻ ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടും കേട്ടോ. റൂമിലൊന്നും ആരില്ലാതെ ഞാനങ്ങ് ഉറക്കെയൊക്കെ പാടും. ആദ്യം ഈ പള്ളി പോകുമ്പോഴത്തേനും സംസാരിക്കാനും ഈ സ്വർഗ്ഗസ്ഥനായ പിതാവേ ചെല്ലുമ്പോഴത്തേനും കൈ ഉയർത്താൻ പോലും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട് ഞാൻ ഇങ്ങനെ എത്തിന്ന് പറയുവാണേ. അങ്ങനെ ഞാൻ റൂമിൽ ആരും ഇല്ലാത്തപ്പോ ഞാനിങ്ങനെ ഉറക്കെയൊക്കെ പാടുമായിരുന്നു കേട്ടോ. അങ്ങനെ സംസാരിച്ച് ഈശോ ഇങ്ങനെ കൂടെ ഉണ്ടെന്നുള്ള ഒരിതായി കേട്ടോ. ആദ്യം എനിക്ക് ഈശോ ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. ഇപ്പൊ ഈ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. 24/7 ഉറങ്ങുമ്പോ പോലും ഇങ്ങനെ കാവലിരിക്കുവാണല്ലോ ഈശോ. അങ്ങനെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് എപ്പോഴും ഇങ്ങനെ ഈശോ കൂടെ ഉണ്ടെന്ന് മനസ്സിലായേ. അപ്പൊ അതിൽ നിന്ന് ഞാനൊരു ഒരു നല്ല കാര്യമായിട്ട് ഒരെണ്ണവും കൂടെ കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? അതിൽ നിന്ന് നമുക്കിങ്ങനെ ഈശോ ഇങ്ങനെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത ഇങ്ങനെ എപ്പോഴും ഉണ്ടെങ്കിലേ, നമുക്കിങ്ങനെ എന്തെങ്കിലും പാപം ചെയ്യാൻ വേണ്ടിയൊക്കെ വരുമ്പത്തേനും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രലോഭനം വരുമ്പത്തേനും, ഇപ്പൊ ഒരാളുടെ കുറ്റം ആലോചിക്കുവാന്ന് ഓർത്തേ. അപ്പൊ നമ്മളിങ്ങനെ കുറ്റം ആലോചിക്കുമ്പത്തേനും എന്തേലും ഇങ്ങനെ സ്പ്ലാഷ് ഓഫ് സെക്കൻഡിൽ ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുമായിരിക്കും. എന്തെങ്കിലും ഇങ്ങനെ എന്തേലും ഡ്രസ്സിനെ പറ്റിയോ എന്തെങ്കിലും ചുമ്മാ. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പത്തേനും അയ്യോ ഈശോയല്ലേ കൂടെയുള്ളെ, അങ്ങനെ കുറ്റം ആലോചിക്കുന്ന അങ്ങനെ ആ ചിന്ത നമുക്ക് അങ്ങനെ നമ്മളിങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോ എനിക്ക് അങ്ങനെ വന്നേ ഞാനിങ്ങനെ ചിന്തിക്കുന്നതൊക്കെ അപ്പൊ ഈശോ കൂടെ ഉണ്ടല്ലോ, ഫീസ് കേൾക്കുമല്ലോ, മോശമല്ലേ അത്ര അല്ലാത്ത സമയത്ത് ഞാൻ വലിയ ഡയലോഗ് അടിക്കുകയും ചെയ്യും. എന്നിട്ട് ഞാനിങ്ങനെ കുറ്റം പറഞ്ഞ അത് മോശമല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ചിന്ത വന്നു കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഈശോ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധം ഇങ്ങനെ ഉണ്ടായി വന്നപ്പോഴത്തേനും ഇങ്ങനെ വരാൻ തുടങ്ങി എനിക്ക്. അപ്പൊ അത് നല്ലൊരു അതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഒരു എക്സാമ്പിൾ പറയാം ഈശോയോട് ഞാനിങ്ങനെ സംസാരിക്കുന്നതേ. ഞാനിപ്പോ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുവാണെങ്കിൽ ഇപ്പൊ ചായക്ക് പഞ്ചസാര ഇല്ലെന്ന് ഓർത്തോ. അപ്പൊ ഞാൻ സാധാരണ ആയിരുന്നേലും പണ്ടത്തെ ഞാനായിരുന്നു, ഞാൻ എന്ത് ചെയ്തേനെ, ഞാൻ സിസ്റ്ററോട് പറഞ്ഞേനെ. ഞാൻ മഠത്തിലായിരുന്നേ നിൽക്കുന്നേ. അപ്പൊ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ചായക്ക് മധുരം ഇല്ല. അല്ലെ അടുക്കള നിൽക്കുന്ന ചേച്ചിനോട് പറഞ്ഞേ, ചേച്ചി ചായക്ക് മധുരം ഇല്ലാന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷെ ഞാൻ ഈശോ ഉള്ളപ്പോ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഈശോയോട് അങ്ങ് പറയും, ഈശോ ഈ ചായക്ക് മധുരം ഇല്ലല്ലോ, അത് എന്താ ഇത് പൊട്ട ചായയാണല്ലോ. അങ്ങനെ ഞാൻ അങ്ങ് ഈശോയോട് അങ്ങ് പറയും കേട്ടോ. അതൊക്കെ ഒരു രസമായി വന്നേ. ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തെ ഇങ്ങനെ ഏത് സമയത്താണേലും
ഈശോ നമുക്ക് ഭയങ്കര ഒരു എക്സാമ്പിൾ മാതൃക തന്നിട്ടാണല്ലോ പോയത്. അപ്പൊ ഈശോ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് എപ്പോഴും ഇങ്ങനെ അപ്പ 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 എന്ന് വിളിച്ചിട്ട് അപ്പൊ ഈശോ നമുക്ക് തന്ന ഒരു എക്സാമ്പിൾ നമ്മളും ഇങ്ങനെ വിളിക്കും. ഈ ജീവിക്കുന്ന കാലത്ത് മൊത്തം ജീവിക്കുന്ന നമ്മുടെ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ അപ്പ അപ്പ എന്ന് വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈശോ. ജോസച്ചന്റെ ആണെന്ന് തോന്നുന്നു ഒരു വീഡിയോ കണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നേ. അതിനകത്ത് പറയുന്നുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 17 അധ്യായത്തില് ഇങ്ങനെ എത്രയോ വട്ടം ഇങ്ങനെ കുറേ വട്ടം ഇങ്ങനെ ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുവാണേ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ കുറേ വട്ടം ഈശോ ഇങ്ങനെ പറയുക, ഇങ്ങനെ വിളിക്കുവാണേ, അപ്പാ അപ്പാന്നല്ല, പിതാവേ അങ്ങേ അവിടുത്തെ അങ്ങനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ അതുപോലെ അപ്പൊ ഞാൻ എണ്ണിയത് അപ്പൊ 30-ലധികം ഉണ്ട്. 30 വരെ എണ്ണാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ വിട്ടുപോയതൊക്കെ ഉണ്ടാവുമല്ലോ. 30-ലും അധികം ഉണ്ട് ഞാൻ എണ്ണി നോക്കിട്ടെ. അപ്പൊ ഈശോ അങ്ങനെ അപ്പാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മളും അങ്ങനെ ഈശോയെ അപ്പാന്ന് ഇങ്ങനെ വിളിക്കാൻ വേണ്ടിട്ട് ഈശോയെ അപ്പാ പിതാവേ എന്നൊക്കെ വിളിക്കാൻ വേണ്ടിട്ട് ഈശോ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എപ്പോഴും ഈശോ ഉണ്ട്, കൂടെ ഉണ്ട് എന്നുള്ളത് ഈശോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാല് ഈശോയോടുള്ള സ്നേഹത്തിൽ നമുക്ക് കുറെ കൂടുതലുണ്ടാവും കേട്ടോ. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണേ. അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും കോൺവെർസേഷൻ ഒരു കണക്ട് എപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്യണേ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫുള്ളായിട്ട് ഈശോയ്ക്ക് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യണം. നമ്മൾ ഫുള്ളായിട്ട് ഈശോയ്ക്ക് നമ്മളെ തന്നെ കൊടുക്കണം. ഈശോ എപ്പോഴും കൂടെയുണ്ട്. ഈശോ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അപ്പൊ ഈശോയ്ക്ക് നമ്മളെ തന്നെ മുഴുവനായിട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ മുഴുവനായിട്ട് കൊടുക്കുമ്പോഴത്തേനും ഇങ്ങനെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈശോ തരും. പക്ഷെ അതെന്താണെന്നറിയാം, നമ്മള് ഇട്ടിട്ട് ഓടിപ്പോവോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ നന്മവര മീറ്റിങ്ങിലുള്ള ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എപ്പോഴോ പറഞ്ഞു, ഏതോ മീറ്റിങ്ങില് ആ ചേട്ടൻ പറഞ്ഞിരുന്നേ, ഈ പാട്ട് കേട്ടോ, മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളിൻ മുഖത്തിൻ വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടെ മുത്തം മാറിയപ്പോൾ, സ്നേഹത്തോടെ മുത്തം മാറിയപ്പോൾ, ആ വേദനയ്ക്കൊരു പേരു നൽകിന, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. അപ്പൊ മുൾമുടി അണിഞ്ഞോണ്ട് ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഈശോയ്ക്ക് നമ്മളോട് സ്നേഹം കൂടുമ്പോഴത്തേക്ക് ഈശോ നമുക്ക് ഒരു ഉമ്മ തരാൻ വേണ്ടി വരുമ്പോ ഈശോയുടെ തലയിലുള്ള മുള്ളു കുത്തുന്നത് ആ ഇടയ്ക്ക് വരുന്ന സഹനങ്ങളൊക്കെ കേട്ടോ. മുൾമുടി ആരാ വെച്ചു കൊടുത്തേ? നമ്മളല്ലേ. അപ്പൊ കൊച്ചു കൊച്ചു സഹനങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് സഹനങ്ങളാണേലും സന്തോഷങ്ങളും ഉണ്ടാവൂല്ലോ ജീവിതത്തില്. അപ്പൊ സന്തോഷങ്ങളാണേലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് ഈശോയ്ക്ക് കൊടുത്തേക്കുക. ഈശോയെ ഇങ്ങനെ എന്താണെങ്കിലും ഈശോ അതങ്ങ് ഏറ്റെടുത്ത് ഒക്കെ ശരിയാക്കിക്കോളും. അത് നമ്മളങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഫുള്ളായിട്ട് ഈശോ അങ്ങ് എടുത്തോളും കേട്ടോ. ഇങ്ങനെ ഞാനിങ്ങനെ എന്തേലും വിഷമമൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും എനിക്കൊന്നും അറിയാത്ത പോലെ ഞാനിങ്ങനെ കയ്യങ്ങ് ഇതാക്കി പിടിക്കും. ഇങ്ങനെ വിളിച്ചത്, എന്റെ ഈശോയെ എനിക്കൊന്നും അറിയാൻ പാടത്തില്ല, ഇതെല്ലാം നീ വന്നതാണ്, നിനക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, മൊത്തമായിട്ട് നീ ഏറ്റെടുത്തോണം, ഇതിനകത്ത് ഞാൻ ഒന്നും ചെയ്യില്ല, എനിക്ക് വേണ്ടി നീ ശരിയാക്കി തരണേന്ന് ഞാനങ്ങ് പറയാം. അത് ഭയങ്കര ഇതാട്ടോ. ശരിക്കും ഈശോ അത് ഫുള്ളായിട്ട് അങ്ങ് ഏറ്റെടുത്ത് ഇതാക്കുവേ. ഞാനിങ്ങനെ ഈശോയെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുച്ഛിക്കും കേട്ടോ. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര പുച്ഛാ, അവരെന്നെ ഇതാക്കത്തില്ലേ. അപ്പൊ ഞങ്ങളുടെ വൈബ് ഇപ്പൊ അങ്ങ് മാച്ച് ആവുന്നില്ല, പണ്ടത്തെ പോലെയല്ല. പണ്ട് ഞാൻ അവരോട്ട് ഭയങ്കര മാച്ച് ആയിരുന്നേ, പക്ഷെ ഇപ്പൊ അങ്ങനെ വൈബ് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. ഇപ്പൊ അവര് ഫുൾ ഇങ്ങനെ AI, ChatGPT, Instagram, വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക് ആ ഒരു വൈബാണ്. ഞാനിപ്പോ ഇങ്ങനെ ഞാനും ഈശോയും തമ്മിൽ ഭയങ്കര സെറ്റപ്പിലാണല്ലോ. ഞാനും ഈശോ ആ ഒരു വൈബാണല്ലോ. ഇവർ ആ വൈബിലോട്ട് അങ്ങ് വരുന്നില്ല കേട്ടോ. ഇവരപ്പോ ഭയങ്കര പുച്ഛിക്കലൊക്കെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേന് എവിടെയെങ്കിലും ഒക്കെ ഈശോ ഉണ്ടാവും. അപ്പൊ തന്നെ ഇവര് ഭയങ്കര പുച്ഛിക്കലൊക്കെയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഫുൾ പുച്ഛവാ. അപ്പൊ അന്ന് ഞാൻ പുച്ഛിച്ചതുപോലെ ധ്യാനത്തിനെയൊക്കെ ഞാൻ പുച്ഛിച്ചില്ലേ, ഞാൻ സ്തുതിക്കുമ്പോ അതിനെ ഓവറല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തില്ലേ. ആ ടൈപ്പ് പുച്ഛമാണ് അവരിപ്പൊ പുച്ഛിക്കണതേ. പക്ഷെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈശോയോട് പറയും, എന്റെ ഈശോയെ ഞാനെല്ലാം നിനക്ക് തന്നേക്കുവാ, എന്താ എന്താ ഇതൊക്കെ നിനക്ക് വേണ്ടി ഞാൻ തന്നേക്കുവാ. എനിക്കിപ്പോ ഫ്രണ്ട്സ് ഇല്ലാത്തത് എന്താ?
നീ കാരണം. അങ്ങനെയല്ല, പാവം ഈശോ. അങ്ങനെയല്ല, എനിക്കിപ്പോ ഫ്രണ്ട്സ് ഇല്ലാത്തത് നീ കാരണം. ഫ്രണ്ട്സിനെ ഞാൻ ഇങ്ങനെ ആയത് നീ കാരണം. അപ്പൊ എനിക്കൊന്നും അറിയത്തില്ല, ഇതിനകത്തൊന്നും എനിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എല്ലാം നീ എടുത്തോളെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കയ്യും വിരിച്ച് നിൽക്കും. പക്ഷെ അപ്പൊ അതൊന്നും ഇപ്പൊ ഒരു വിഷമമല്ല കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നു എനിക്ക് അന്ന് ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോ വിഷമിച്ചില്ലേ. പക്ഷെ എനിക്കിപ്പോ അതൊന്നും ഒരു വിഷമമൊന്നുമില്ല. എനിക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ കൂടെ ഫുൾ ടൈം ഈശോ അല്ലേ ഉള്ളെ. ആ ഒരു ഇതിലേക്ക് ഞാൻ എത്തി കേട്ടോ. ഈശോ അത്രയ്ക്കും നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞ്, സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കുവേ. കുഞ്ഞു കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കും. കുഞ്ഞു കാര്യങ്ങൾ. ഞാനൊരു പൊട്ട എക്സാമ്പിൾ പറയട്ടെ. ഏഹ് ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഈ മുടി വെട്ടുന്നത്. എനിക്ക് ഇപ്പൊ ഇത്രയും മുടിയുള്ളേ, കുറച്ചുകൂടെ മുടി ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഇച്ചിരി അങ്ങ് വെട്ടി കളഞ്ഞു കേട്ടോ. അപ്പൊ ഡിസംബറും കുഴപ്പമില്ല, പിന്നെ ജനുവരിയിലും കുഴപ്പമില്ല. ജനുവരി ഒരു പകുതി ആയപ്പോഴത്തേനും ഞാൻ നോക്കുമ്പോണ്ട് ഭയങ്കര മുടി കൊഴിച്ചിലാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് ഫുള്ള് ഇങ്ങനെ ഊരി പോവാ. അപ്പൊ ഞാൻ ഒരു ദിവസം രാത്രി കിടന്നപ്പോ രണ്ട് സൈഡ് ഇങ്ങനെ മെടഞ്ഞിട്ടിട്ട് കിടന്ന്. അന്നിട്ട് രാവിലെ ആയപ്പോഴത്തേനും ഞാൻ എഴുന്നേറ്റ് രാവിലെ ഏറ്റു നോക്കുമ്പോ നിറച്ച മുടി ഇങ്ങനെ കുഴഞ്ഞു വരും കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന കൂടെ ഞാൻ ഇങ്ങനെ ഈശോയോട് പറഞ്ഞു, എന്റെ ഈശോയെ ഇങ്ങനെ മുടി കൊഴിഞ്ഞ ഇത് ഫുള്ള് മൊട്ടയാവുന്ന തോന്നുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മുടിയൊക്കെ കെട്ടി ഞാൻ പള്ളിയിൽ പോയി. തിരിച്ചു വന്നപ്പോഴത്തേനും ഞാൻ അത് കുറെ നാളുകൂടി ഞാൻ അങ്ങനെ എന്റെ ഒരു ഹെയർ ടൈ കാണുന്നത് ഒറ്റ മുടി പോലും ഇല്ല. പാവേശം അങ്ങനെ ശ്രദ്ധിക്കുന്ന കുഞ്ഞു കാര്യങ്ങളെ ഇല്ല പറയുന്നത്. പാവേശം എപ്പോഴും കൂടെ ഉണ്ട്. ഇങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ കേൾക്കും. അത്ര സ്നേഹത്തോടെ കരുതലോടെ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതേ. എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഒരു 2 വയസ്സുള്ള ഒരു കൊച്ചിനെ പോലെ ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് എല്ലാം പൊട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പൊട്ട കാര്യങ്ങളൊക്കെ ഈശോയുടെ എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും ഇങ്ങനെ പറയുവാണെങ്കിൽ ഈശോയ്ക്ക് ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. ഈശോയ്ക്ക് ഭയങ്കര ഹാപ്പി ആവും. ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയും. ഈശോയെ ഇനിയും കൂടുതലായിട്ട് ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയും. ഈശോയുടെ സ്നേഹത്തെ പറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇനിയിപ്പോ ഈശോയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച വേറൊരു ഐഡിയ പറയട്ടെ. ഇപ്പം ആശിഷേട്ടയൊക്കെ ആരൊക്കെയൊക്കെ സംസാരിച്ചപ്പോ ഇപ്പൊ പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനെ ഉപേക്ഷിച്ചിട്ട് സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നതിനെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു സുഹൃദേവമാണേ. ഈശോയെ, ഞാൻ പറയുന്നത് ഇങ്ങനെയാ, ഈശോയെ, ഈ ലോകത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്കിങ്ങനെ ഇച്ചിരി സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. കുർബാനയ്ക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ഞാൻ വായും പൊളിച്ച് നിൽക്കുവാ. എനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷമം വരുന്നതാണ് ഞാൻ ഇങ്ങനെ പറയും, എന്റെ ഈശോയെ, ഈ ലോകത്തെക്കാൾ ഉപരിയായി, എന്നെക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും. അപ്പൊ നമുക്ക് എന്താണോ ഇഷ്ടം, എന്തെങ്കിലും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ബ്ലോക്ക് ഉണ്ടാവില്ലേ, ഹാഷിയേട്ടയൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ അതേപോലെ ബ്ലോക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അത് വെച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സുഹൃദേവം അങ്ങ് ചെലവായി നല്ലൊരു സുഹൃദേവം കേട്ടോ. ഇനി ഞാൻ പറയാൻ പോണത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് ഈ മൂന്നാമത്തെ ഇത് കാരണമാണ് ഞാൻ ഭയങ്കരമായിട്ട് ഈ ഈശോയെ മനസ്സിലാക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും തുടങ്ങിയത്. ഈ മൂന്നാമത്തെ ഇത് കാരണം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ രണ്ടെണ്ണത്തിലും നമുക്ക് എന്തെങ്കിലും ഇത് പറ്റിയാലും സാരമില്ല. ഈ മൂന്നാമത്തെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചാൽ മതിയേ. വിശുദ്ധ കുർബാനയാ മൂന്നാമത്തതേ. വിശുദ്ധ കുർബാനയിലൂടെയാണ് ഞാൻ എന്റെ ഈശോയെ ഞാനുമായിട്ട് ഈശോയെ ഇങ്ങനെ ഒത്തിരി ഭയങ്കരമായിട്ട് ഏറ്റവും അടുത്ത് മനസ്സിലാക്കാനും ഈശോയെ അനുഭവിക്കാൻ തുടങ്ങിയത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, ഏതോ ഡാനിയൽച്ചയുടെ ബ്ലോക്കിലെങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഒരു സമ്മത്രീസ് ഇങ്ങനെ റൂമിലിരിക്കുവായിരുന്നേ. അപ്പൊ ഇങ്ങനെ ഈശോയുടെ സ്നേഹം കൊണ്ട് ഇങ്ങനെ ഹൃദയം പൊട്ടി പോവാൻ നിൽക്കുവാണേ. ഭയങ്കര ഹൃദയത്തിൽ ഇങ്ങനെ ഈശോയുടെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു കേട്ടോ. കണ്ണു കാണുന്നില്ല. അപ്പത്തേനും ഇങ്ങനെ ഈശോയുടെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈശോയുടെ അമ്മ ത്രേസി ഇങ്ങനെ ചോദിച്ചു, ഈശോയെ, ഞാൻ നിന്നെ എങ്ങനെയാ സ്നേഹിക്കണ്ടേന്നെ. അപ്പൊ ഡാനിയലച്ചൻ്റെന്നാ കേട്ടേന്ന് തോന്നുന്നു. അപ്പൊ അമ്മ ത്രേസ്യയോട് ഈശോ ഇങ്ങനെ പറഞ്ഞ്, വേഗം പോയിട്ടൊരു കുർബാന കൂടാൻ പറഞ്ഞു. നീ വേഗം പോയിട്ടൊരു വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുക, അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോഴത്തേനും ഈ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു അടയാളമാണല്ലോ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ ഈശോ എന്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട്, എന്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്, കൂടെ നടന്ന് എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഉള്ളിലേക്ക് വരുവാണല്ലോ. ക്രിസ്റ്റി ബ്രദർ പറഞ്ഞ പോലെ ദൈവം നമ്മുടെ ഭക്ഷണമായി തീരുവാണല്ലോ.
ത്യാഗത്തോടെ നമ്മൾ സംബന്ധിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയ്ക്കും ഭയങ്കര വിലയുണ്ട്. ഡാനിയേലച്ചൻ പറഞ്ഞിട്ടുള്ളതാ, നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയും ഭയങ്കര ഇങ്ങനെ വില കൊടുത്ത് നമ്മൾ പങ്കെടുക്കണം. ഇങ്ങനെ വില കൊടുത്ത് നമ്മൾ ഇപ്പൊ കഷ്ടപ്പെട്ട് തിരക്കൊക്കെ ഉണ്ടാവും ഇങ്ങനെ, അപ്പൊ എന്നാലും നമ്മളിങ്ങനെ വില കൊടുത്ത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമായി. അതിന് ഭയങ്കര വിശുദ്ധ കുർബാന സംബന്ധിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും ഭയങ്കര വിലയുണ്ട്. മാതാവും സകല വിശുദ്ധരും സ്വർഗം മുഴുവൻ ആ ആൾത്താരെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആ ആൾത്താരയിലേക്ക് ചെന്ന് നിക്കാൻ തന്നെ. ക്യാമറ ഞാൻ ഓഫ് ആക്കും കേട്ടോ. ആ ആൾത്താരെ ചെന്ന് നിക്കാൻ വേണ്ടിയിട്ട്, ആ അവിടെ ചെന്ന് നിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഭാഗ്യം തന്നെ, ആ കാര്യം തന്നെ വലിയൊരു കാര്യല്ലേ. മനുഷ്യനോട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സ്നേഹം കാണിക്കുവാണെങ്കിലും, ഏത് മനുഷ്യനോടാണെങ്കിലും സ്നേഹം കാണിക്കുവാണെങ്കിലും അവരുടെ എക്സ്പെക്ടേഷന് ഒത്ത് നമ്മൾ എത്തിയില്ലെങ്കിൽ അവരുടെ സ്നേഹത്തിൽ എന്തായാലും കുറവ് സംഭവിക്കും. പക്ഷെ ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവ് സംഭവിക്കില്ല. ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? കണ്ണിന്മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമേകും യേശുവേ. മനുഷ്യന്മാരെ പോലെയല്ല ഈശോ. വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യം നമുക്കില്ല. ഒന്ന് ഓർത്തു നോക്കി, നമ്മുടെ ദൈവം കണ്ണിന്റെ മണി പോലെ നമ്മളെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ദൈവം ഉള്ളം കയ്യിലെ കൊണ്ട് നടക്കുന്നത്, ഒരാപത്തും പറ്റാതെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ഈശോ ദൈവം. ഈ 7 കൂദാശകളിലും ഈശോ നമുക്ക് ദൈവിക ജീവനും പാപമോചനവും രോഗസൗഖ്യവും ഒക്കെ കിട്ടുമ്പോഴത്തേനും ഈ കുർബാന, വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ ഈശോയെ തന്നെ മുറിച്ച് നമുക്ക് തരുമല്ലേ. വിശുദ്ധ കുർബാനയിൽ ഓരോ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും എത്ര വട്ടമായി ഓരോ പ്രാർത്ഥനയിൽ ഈശോയുടെ സ്നേഹത്തെ പറ്റി ഇങ്ങനെ പറയുന്നത്. പ്രാർത്ഥനയിൽ അറിഞ്ഞ് ഇനി ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ആഗ്രഹിക്കാവേ, പ്രാർത്ഥിക്കാവേ. ഈ ഓരോ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി വരുമ്പോഴത്തേന് എത്ര വലിയ സ്നേഹം ഈശോ നമ്മളോട് കാണിക്കുന്നതെന്ന് നമ്മൾ ഇങ്ങനെ ഓർക്കുക. അതിലേക്ക്, ഈശോയുടെ സ്നേഹത്തിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ഓരോ പ്രാർത്ഥന നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കുവേ. ഈശോയുടെ സ്നേഹത്തിന് ഒരു മാനദണ്ഡങ്ങളും ഇല്ല. പാപിയാണോ, സാരമില്ല. 100 എണ്ണം ഉള്ളതില് 99 പോയാലും പോയ ഒരെണ്ണത്തിന് തേടി വരുന്ന ഈശോയാ. ഇനിയിപ്പൊ നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ? പക്ഷെ സാരമില്ല, നമ്മളെ കുറവുകളൊക്കെ ഫില്ലാക്കി അതിനെ ഫുള്ള് നിറവുകളാക്കുന്നതാണ് നമ്മുടെ ദൈവം. ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടും ഇങ്ങനെ പ്രാർത്ഥനയൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ല, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു. ലൈഫ് ഫുള്ളായിട്ട് നാശമായി, ബാക്കി ഒന്നുമില്ല. അങ്ങനെയാണോ? സാരമില്ല. വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളുന്ന സ്നേഹമാകുന്ന ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോഴത്തേനും എല്ലാ കുറവുകളും ഈശോ ഇങ്ങനെ നിറമാക്കി തരും. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി, ഈ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഡാനിയേൽച്ചൻ പറയുന്ന പോലെ സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതനായ ദൈവം, ഏറ്റവും മേലിരിക്കുന്ന ദൈവം ആയിരുന്നിട്ട് പോലും എന്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അപ്പമായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, സ്വർഗം തുറന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ ജീവിച്ച് നമുക്ക് വേണ്ടി സഹിച്ച് അടിയും തുപ്പും ഒക്കെ കൊണ്ടപ്പോഴും വയ്യാതെ ആയപ്പോഴും കുരിശിൽ കിടന്നപ്പോഴും ഈശോ ഓർത്തത് എന്റെ മുഖം മാത്രമാണ്. എന്നോടുള്ള സ്നേഹത്തെ പ്രതിയല്ലേ ഈശോ അങ്ങനെ കുരിശിൽ മരിച്ചത്. എല്ലാവരും ദൈവത്തെ തേടി പല അമ്പലങ്ങളിലും പള്ളികളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒക്കെ പോകുമ്പോഴത്തേനും എന്റെ ദൈവം ഈ പാപിയായ എന്നെ തേടി ഇങ്ങനെ വിശുദ്ധ കുർബാനയിലൂടെ എന്നിലേക്ക് വരുന്നത്, എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ നടക്കുന്നത്. എനിക്ക് ഒരു മേന്മയില്ല, എനിക്കറിയാം. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവം എന്റെ കൂടെ എപ്പോഴും ആയിരിക്കുന്ന ഈ ഒരു സ്നേഹത്തിന് പകരം കൊടുക്കാൻ ഒന്നുമില്ല. എപ്പോഴും ഈശോയോട് കണക്റ്റഡ് ആയിട്ടിരിക്കാനും എപ്പോഴും ഈശോയ്ക്ക് ഫുള്ളായിട്ട് സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തീരുമാനിക്കാവേ. നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാവേ.
ഒരു പാട്ടുകൂടെ പാടട്ടെ. നിന്നെ നോക്കിയിരിക്കാന് കഴിയുന്നുള്ളൂ, നിൻ സ്നേഹമോർത്തു കരയാന് ആകുന്നുള്ളൂ, നിൻ സ്നേഹത്തിനാഴമറിയാൻ എന്തു ഞാൻ ചെയ്യും, നിൻ ത്യാഗത്തിൻ തിരയായി എന്തു നൽകും ഞാൻ. എവിടെ വായിച്ചിട്ടുണ്ടേ, ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു ലവ് റിലേഷൻ ആണ്, ഈശോയായിട്ടുള്ള നമ്മുടെ ഒരു സ്നേഹബന്ധമാണ്. അപ്പോ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവേ, ഭയങ്കര ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാവേ. ഈശോയുടെ സ്നേഹത്തിനായിട്ട് നമുക്ക് ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു കൊച്ചു കുഞ്ഞ്, ഒരു 2 വയസ്സുള്ള കൊച്ചു കുഞ്ഞ് എത്ര നിഷ്കളങ്കമായിട്ട് വാശി പിടിച്ച് പപ്പയോടും അമ്മയോടും വാശി പിടിച്ച് പ്രാർത്ഥിക്കുന്നു, അതുപോലെ നമുക്ക് ഈശോയോട് വാശി പിടിച്ച് പ്രാർത്ഥിക്കാവേ. ഈശോയെ, നിന്നെ അനുഭവിക്കാതെ, നിന്നെ സ്നേഹിക്കാതെ നിന്നെ ഞാൻ വിടില്ല ഈശോയെ, നിന്റെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് ഉള്ള അനുഗ്രഹം എനിക്ക് തരണേ, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാവേ. ചോദിച്ച് ഈശോയുടെ സ്നേഹം നമുക്ക് വാങ്ങി അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറച്ചിട്ട്, ആ ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറച്ചിട്ട് അത് മറ്റുള്ളവരിലേക്ക് പകരാവേ. മറ്റുള്ളവർക്ക് അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാവേ. ലോകം മുഴുവൻ ഈശോയുടെ സ്നേഹം നമുക്ക് നിറയ്ക്കാവേ. അങ്ങനെ ഈശോയുടെ സ്നേഹം കൊണ്ട് ഈ ലോകം മുഴുവൻ നിറയട്ടെ. ഈ പീറ്റർ ദി റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ടേ. അപ്പൊ അതിനകത്ത് ഈ പത്രോസ്ലിഹായുടെ നീറോ ചക്രവർത്തിന്റെ കൂടെ ജയിലിലായിരുന്നപ്പോ നീറോ ചക്രവർത്തി ജയിലിൽ അടച്ചപ്പോ ഉള്ള കാര്യമാണ് പറയുന്നത്. ആ സംഭവങ്ങളൊക്കെയാ കാണിക്കുന്നത്. വീഡിയോ ഓണാക്കാട്ടോ, ആരൊക്കെ പറയുന്നു വീഡിയോ ഓണാക്ക്. അപ്പത്തെ നീറോ ചക്രവർത്തി ജയിലിൽ അടച്ചപ്പോ ഉള്ള കാര്യങ്ങളൊക്കെ ആട്ടോ കാണുന്നത്. അപ്പൊ ഈ പത്രോസ്ലിഹായ്ക്ക് ഭയങ്കര വിഷമമാണ്, ഭയങ്കര ഗിൽറ്റാ ആ സിനിമയിൽ ഫുള്ള് കാണിക്കുന്നത്, ഈശോയെ തള്ളി പറഞ്ഞപ്പോ ഉള്ളത്. അപ്പൊ പത്രോസ്ലിഹായെ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അടിച്ച് ഭയങ്കര കഷ്ടമാക്കിയിട്ടേക്കോ, ഭയങ്കര ഉപദ്രവിച്ച് ജയിലിൽ കിടക്കുക കേട്ടോ. അപ്പൊ ഈ പത്രോസ്ലിഹായെ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നേഴ്സ് വരുന്നുണ്ടേ. അപ്പൊ ആ നേഴ്സിനോടൊക്കെ ഈ പത്രോസ്ലിഹ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ പറയും, എനിക്കൊരു ചോരത്തിളപ്പുള്ള പ്രായം ഉണ്ടായിരുന്നു, ആ പ്രായത്തിൽ എന്റെ തമ്പുരാനെ ഞാൻ ഇങ്ങനെ തള്ളി പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു ഗിൽറ്റിലാണ് ആ സിനിമ ഫുള്ള് ഇങ്ങനെ പത്രോസ്ലിഹ ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുരിശി തറച്ച് കൊല്ലാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ നീറോ ചക്രവർത്തിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ അന്ന് അങ്ങേരുടെ ബർത്ത്ഡേ ആയിരുന്നു, നീറോ ചക്രവർത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഒരു ലാസ്റ്റ് വിഷ് പറഞ്ഞു എന്ന് പത്രോസ്ലിഹായോട് പറഞ്ഞപ്പോഴത്തേനും പത്രോസ്ലിഹ പറഞ്ഞു, എന്നെ നേരെ കുരിശി തറയ്ക്കേണ്ട, തല കീഴായിട്ട് കുരിശി തറച്ചാൽ മതി, എന്റെ തമ്പുരാൻ കടന്ന പോലെ എനിക്ക് കടക്കണ്ട, എനിക്ക് തല കീഴായി കടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതും പറഞ്ഞിട്ട് ഈ പത്രോസ്ലിഹ ഉണ്ടല്ലോ ആകാശത്തോട്ട് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, ദിസ് ടൈം ഐ വിൽ നെവർ ഫെയിൽ യു ലോർഡ്, ദിസ് ടൈം ഐ വിൽ നെവർ ഫെയിൽ യു. ഇന്ന് പഠിച്ച വചനം നമുക്കൊന്ന് വായിക്കാവേ. ഒന്നുകൂടി ഇട്ട് തരൂ, ഒന്ന് വായിക്കേ, പോയെന്ന് തോന്നുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതുപോലെ ഈ സ്ലീഹന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന പോലെ രക്തസാക്ഷികൾക്കും വിശുദ്ധന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ ഉള്ള ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം കേട്ടോ. ഈശോ എന്ന് പറയുമ്പോഴത്തേന് ഈ ചങ്ക് ഇങ്ങനെ പിടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാതെ, ഈശോയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഈശോ എന്ന് കേൾക്കുമ്പോഴത്തേനും പിടക്കട്ടെ, ചങ്ക് ഇങ്ങനെ പിടക്കട്ടെ. ആദിമസഭയിൽ ഉണ്ടായിരുന്ന വിശുദ്ധരെക്കാളും രക്തസാക്ഷികളെക്കാളും
തീഷ്ണതയുള്ള വിശുദ്ധരെ രക്തസാക്ഷികളെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടായി വരട്ടെ ഈ കാലഘട്ടത്തിൽ. ഇനി ഒരു ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിൽ ദൈവസ്നേഹം കൊണ്ട് ഇങ്ങനെ നിറയുന്ന തീഷ്ണതയുള്ള വിശുദ്ധരായിട്ടുള്ളവര് ദൈവസ്നേഹത്തിൽ ഇങ്ങനെ കത്തി കത്തി എരിയുന്നവരുണ്ടായി വരട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.